അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം മഹ്ശറാവൻ സഭയിലെ നിൽപ്പിനെക്കുറിച്ചിട്ടാണ്. ഖിയാമത്തിന് ശേഷം വീണ്ടും കാഹളത്തിൽ ഊതപ്പെടും. അതാണ് ഉയർത്തെഴുന്നേൽപ്പ്. സർവ്വമനുഷ്യരും എവിടെ മറവ് ചെയ്യപ്പെട്ടിരുന്നുവോ അവിടെ നിന്ന് എഴുന്നേൽക്കും. ഭൂമിയിൽ 50,000 വർഷം ദീർഘമായ കാലഘട്ടം കഴിഞ്ഞ് കൂടുകയാണ്. അതാണ് മഹിഷർ. മനുഷ്യപിതാവായ ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യനാളിൽ മരണപ്പെട്ടവരിൽ അവസാനത്തെ ആൾ വഴി എഴുന്നേറ്റ് വരുന്നു. പിന്നെ ദീർഘമായ കാലം മഹിഷറയിൽ നിൽക്കുകയാണ്. മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, സൂര്യൻ 1 മൈൽ മാത്രം അകലെ മനുഷ്യരുടെ തലക്ക് മീതെ അടുപ്പിച്ചു കൊണ്ടുവരുന്നതാണ്. ഉൾഭാഗത്ത് 1.5 കോടി ഡിഗ്രി സെൻറ്റിഗ്രേഡും പുറമേ 5000 ഡിഗ്രിയും ചൂടുള്ള സൂര്യൻ 15 കോടി കിലോമീറ്റർ അകലെയാണ്. എന്നിട്ട് പോലും നമുക്ക് ചൂട് സഹിക്കാനാവുന്നില്ല. അതിനെ 1 മൈൽ ദൂരെ എത്തിച്ചാലുള്ള ചൂട് ഭാവനയിൽ പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല. ആളുകൾ കുറ്റത്തിൻ്റെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിച്ചിരിക്കും. ഞെരിയാണി വരെ, മുട്ടുവരെ, നെഞ്ച് വരെ, അങ്ങനെ വ്യത്യസ്ത തോതിൽ കുറ്റവാളികൾ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടവരായിട്ടാണ് ഒരുമിച്ച് കൂടപ്പെടുക. അത്രയും ഭയാനകമായ വെയിലിലും 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തണൽ നൽകും. നീതിമാനായ ഭരണാധികാരി, ആരും അറിയാതെ ദാനം ചെയ്തവൻ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ താൽപ്പര്യത്തിന് വേണ്ടി അടുക്കുകയും അതിനുവേണ്ടി അകലുകയും ചെയ്തവൻ, ഏകാന്തമായ സന്ദർഭം കിട്ടിയിട്ടും വ്യഭിചാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ വ്യക്തി, അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ് കണ്ണീരൊഴുക്കിയ വ്യക്തി, പള്ളിയുമായി ഹൃദയം ബന്ധിച്ച വ്യക്തി മുതലായവരൊക്കെ അന്ന് സവിശേഷമായ തണൽ അനുഭവിക്കുന്നവരാണ്. ദീർഘകാലം നിന്ന് മടുക്കുമ്പോൾ മനുഷ്യൻ ചെന്ന് മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിനെ സമീപിക്കുന്നു. ഓ ആദമേ, മനുഷ്യപിതാവാണല്ലോ നിങ്ങളെ അള്ളാഹു അവൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു. അവൻ ആത്മാവ് നിങ്ങളിൽ ആവാഹിച്ചു. നിങ്ങൾ സാഷ്ടാംഗം ചെയ്യാൻ അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ചു. അവൻ സാഷ്ടാംഗം ചെയ്തു. ഇത്രയും മേന്മയുള്ള നിങ്ങൾ ഞങ്ങളെ ഒന്ന് വിചാരണക്കെടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടണേ. ഞങ്ങൾ ദുരവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം പറയും, എൻ്റെ റബ്ബ് ഇന്ന് അത്യധികം കോപിഷ്ഠനാണ്. ഇതിനു മുമ്പ് അള്ളാഹു ഇങ്ങനെ കോപിച്ചിട്ടില്ല, ഇനി ഒരിക്കലും കോപിക്കുകയുമില്ല. അത്രയ്ക്കും കടുത്ത കോപത്തിലാണവൻ. സ്വർഗത്തിൽ ആ വൃക്ഷത്തെ സമീപിക്കരുതെന്ന് അവൻ എന്നെ തടഞ്ഞിരുന്നു. ഞാൻ അതിനെതിരായി പ്രവർത്തിച്ചു പോയി. ഞാൻ അതിനെക്കുറിച്ച് തന്നെ ഭയപ്പെടുകയാണ്. എന്തായിരിക്കും എൻ്റെ സ്ഥിതി? നിങ്ങൾ മറ്റാരെയെങ്കിലും സമീപിച്ചു നോക്കൂ. നിങ്ങൾ നൂഹിനെ സമീപിച്ചു നോക്കൂ. അങ്ങനെ അവർ നൂഹ് നബി അലൈഹി സ്വലാമിനെ സമീപിച്ച് പറയുന്നു, ഓ നൂഹേ, ഭൂമിയിലേക്ക് അയക്കപ്പെട്ട പ്രഥമ റസൂലാണല്ലോ നിങ്ങൾ. നന്ദിയുള്ള അടിമ എന്ന് അള്ളാഹു നിങ്ങളെ വിശേഷിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണല്ലോ. അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ശുപാർശ പറയണം. അദ്ദേഹം പറയണം, എൻ്റെ നാഥൻ ഇന്ന് അത്യധികം കോപിഷ്ഠനാണ്. സന്ദർഭം പോലെ പ്രാർത്ഥിക്കാനായി ഒരു പ്രാർത്ഥനയ്ക്കുള്ള അവകാശം എനിക്ക് അവൻ നൽകിയിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ ഞാനത് എൻ്റെ ജനതയ്ക്കെതിരെ പ്രയോഗിച്ചു പോയി. ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഭയക്കുകയാണ്. നിങ്ങൾ ഇബ്രാഹിമിനെ സമീപിച്ചു നോക്കൂ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സമീപിച്ച് ജനങ്ങൾ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനും ഭൂമിയിൽ അവൻ്റെ ഏകമിത്രവുമാണല്ലോ. അദ്ദേഹം പറയും, 3 കളവുകൾ പ്രത്യക്ഷത്തിൽ കളവ് എന്ന് തോന്നിക്കുന്നവ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് ദുനിയാവിൽ. എൻ്റെ കാര്യത്തെപ്പറ്റി ഞാൻ ഉത്കണ്ഠാകുലനാണ്. നിങ്ങൾ മൂസയെ സമീപിച്ചു നോക്കൂ. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിനെ സമീപിച്ച് പറയുന്നു, ഓ മൂസ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനാണല്ലോ. അവൻ്റെ ബൗദ്ധ്യവും നേരിട്ടുള്ള സംഭാഷണവും വഴി മറ്റെല്ലാവരെക്കാളും അവൻ നിങ്ങളെ ശ്രേഷ്ഠനാക്കിയിട്ടുണ്ട്. അള്ളാഹു നേരിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അവൻ്റെ ബൗദ്ധ്യ സന്ദേശം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യണേ. അദ്ദേഹം പറയും, എൻ്റെ രക്ഷിതാവ് വമ്പിച്ച കോപത്തിലാണ്. ഞാൻ ഒരു മനുഷ്യനെ അള്ളാഹുവിൻ്റെ കൽപ്പന കൂടാതെ അബദ്ധത്തിൽ കൊന്നുപോയിട്ടുണ്ട്. നിങ്ങൾ ഈസയുടെ അടുക്കലേക്കൊന്ന് പോകൂ. അങ്ങനെ അവർ ഈസാ നബി അലൈഹി സ്വലാമിനോട് ജനങ്ങൾ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനും മറിയമിന് ഇട്ടുകൊടുത്ത വചനവും അവൻ്റെ ഉടമസ്ഥതയിൽ നിന്നുള്ള ആത്മാവും കൂടിയാണ്. ജനങ്ങളോട് തൊട്ടിലിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യണേ എന്ന് പറയും. ഈസാ നബി അലൈഹി സ്വലാം പറയും, ഞാൻ എന്നെക്കുറിച്ച് വാകുലനാണ്. നിങ്ങൾ മുഹമ്മദ് നബി അലൈഹി സ്വലാമിനെ സമീപിച്ച് നോക്കൂ. അങ്ങനെ അവർ എന്നെ സമീപിച്ച് പറയൂ, ഓ മുഹമ്മദ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനാണല്ലോ, അന്ത്യപ്രവാചകനുമാണല്ലോ. സകല പാപങ്ങളും നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യണേ. അപ്പോൾ ഞാൻ പോയി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ ഞാൻ പോയി അള്ളാഹുവിൻ്റെ സിംഹാസനത്തിന് താഴെ ചെന്ന് നാഥന് സാഷ്ടാംഗം ചെയ്ത് വീഴുന്നു. അവൻ്റെ സ്തുതി കീർത്തനങ്ങൾ എടുത്തു പറയാനും അവന്
ഏറ്റവും നന്നായി വാഴ്ത്താനും ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ലാത്തൊരു രീതി അപ്പോൾ അവൻ എനിക്ക് തോന്നിപ്പിക്കുകയും തുറന്നു തരികയും ചെയ്യുന്നതാണ്. പിന്നീട് അള്ളാഹു പറയും, ഓ മുഹമ്മദെ, തലയുയർത്തു, ആവശ്യം പറയൂ, നൽകാം, ശുപാർശ ചെയ്തോളൂ, അംഗീകരിക്കാം. അപ്പോൾ ഞാൻ പറയും, എൻ്റെ നാഥാ, ഒരു ശുപാർശക്കുള്ള അവകാശം നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. നിൻ്റെ സൃഷ്ടികളിൽ ആ ശുപാർശ നീ സ്വീകരിച്ചാലും ഉടനെ അവരെ വിചാരണയ്ക്ക് തീരുമാനമെടുത്താലും അള്ളാഹു പറയും, നിൻ്റെ ശുപാർശ ഞാൻ സ്വീകരിച്ചു, ഞാൻ വരാം, തീരുമാനമെടുത്ത് തരാം. അങ്ങനെ ഞാൻ തിരിച്ചു വരുന്നു, ജനങ്ങളോടൊപ്പം മഹ്ശറയിൽ തന്നെ വന്ന് നിലയുറപ്പിക്കുന്നു. അതാണ് അഷ്ശഫാഅത്തുൽ കുബ്ര അഥവാ ഏറ്റവും വലിയ ശുപാർശ. ഇതിനു പുറമേയുള്ള ശുപാർശയുടെ കാര്യത്തിൽ അനേകം മനുഷ്യർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിമാരുടെ മുമ്പിൽ ശുപാർശ ചെയ്യുന്നത് പോലെ ആർക്ക് വേണ്ടിയും നബിമാരും മഹാന്മാരും ശുപാർശ നടത്തണമെന്നാണ് വിശ്വാസം. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ശുപാർശ 3 നിബന്ധനകളുണ്ട്. 1. ശുപാർശ നടത്താൻ അള്ളാഹുവിൻ്റെ സമ്മതം കിട്ടണം. 2. അധ്യായം അൽ ബഖറ 255 വചനത്തിൽ അള്ളാഹു പറയുന്നു, അവൻ്റെ അനുമതി പ്രകാരമല്ലാത്ത അവൻ്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരാണുള്ളത്? ആരുമില്ല എന്നർത്ഥം. അള്ളാഹു ശുപാർശയ്ക്ക് അനുമതി നൽകിയാൽ തന്നെ ആർക്കു വേണ്ടിയും എന്തിനും ശുപാർശ പറ്റുകയില്ല. 2. സത്യമായാതെ ശുപാർശ പറയാൻ പറ്റൂ. 78 അധ്യായം സൂറത്തുൻ നബഹ് 38 വചനത്തിൽ പരമകാരുണ്യനായ അള്ളാഹു അനുവാദം നൽകിയിട്ടുള്ളവനും സത്യം പറഞ്ഞിട്ടുള്ളവനുമല്ലാതെ അന്ന് സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ഇക്കാര്യം നമുക്ക് മനസ്സിലാക്കാം. 3. രാഷ്ട്രീയ പ്രവർത്തകരോട് മന്ത്രിമാർ ഇന്നിന്ന വ്യക്തിക്ക് ശുപാർശ പറയാൻ നിനക്ക് സമ്മതം തന്നിരിക്കുന്നു എന്ന് പറയാറില്ല. രാഷ്ട്രീയ പ്രവർത്തകർ മന്ത്രി അടുക്കൽ ആളെയും പ്രശ്നവും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെയല്ല പരലോകത്തിലെ ശുപാർശ. 20 അധ്യായം സൂറത്തു ത്വാഹ 109 വചനത്തിൽ കാണുക. അന്നേ ദിവസം പരമകാരുണികൻ ആരുടെ കാര്യത്തിൽ അനുമതി നൽകുകയും ആരുടെ വാക്ക് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നുവോ അവനല്ലാതെ ശുപാർശ പ്രയോജനപ്പെടുകയില്ല. മഹാന്മാർക്കും പ്രവാചകന്മാർക്കും തങ്ങൾ താൽപ്പര്യമുള്ളവർക്കും വേണ്ടി ചെയ്യാനുള്ളതല്ല പരലോകത്തിൽ ശുപാർശ എന്നർത്ഥം. ആദ്യം ശുപാർശ ചെയ്യാൻ സമ്മതം നൽകുന്നതും പിന്നീട് ശുപാർശ ചെയ്യപ്പെടേണ്ട വ്യക്തി ആരെന്ന് തീരുമാനിക്കുന്നതും അള്ളാഹുവാണ്. അവസാനിച്ചിട്ടില്ല. ഇതാണ് മഹ്ശറയിലെ വിചാരണ നാൾ. ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും നിങ്ങൾ പകർന്നു കൊടുക്കുക. അല്ലാഹു തആല കേട്ടതും ഞാൻ പറഞ്ഞതും ഒരു സ്വാലിഹ് അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.